ഹലോ, എല്ലാവരും നോയമ്പ് തുറക്കാൻ ആവശ്യമായ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ബിസിയിലാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ഓഫീസിലത്തെ എല്ലാവരും കൂടി ഇന്ന് നോയമ്പ് തുറക്കുന്ന പരിപാടി വെച്ചിരിക്കുകയെന്ന്. സമയം 5:30 5:45 ബാങ്ക് വിളി കേൾക്കും. ആ സമയമാകുമ്പോഴത്തേക്ക് നോയമ്പ് തുറക്കാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കണം. അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും. ശരിക്കും കുട്ടിപ്പട്ടാളങ്ങൾ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര എനർജി ആയിരുന്നു. ഞങ്ങൾ ചെയ്യാം ആ കാര്യം, വെള്ളം ഞങ്ങൾ വെക്കാം, ജ്യൂസ് ഞങ്ങൾ വെക്കാം, എല്ലാം ഞങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ പിന്നാലെ കൂടി നടക്കുകയായിരുന്നു. ഈ കുട്ടിയെ ആരെങ്കിലും ഒരാൾ കയ്യിലെടുത്തിരിക്കും. അതുകൊണ്ട് ഞാൻ സേഫായിരുന്നു. ഞാൻ കുറച്ച് വീഡിയോയും അതുപോലെ തന്നെ കുറച്ച് ജോലിയെല്ലാം ആയിട്ട് ഞാനിങ്ങനെ അവരൊന്നിച്ചിട്ട് തന്നെ നടക്കുമ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എനിക്ക് അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 5:45 ബാങ്ക് വിളി കേൾക്കുകയും എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം ഫുഡായിട്ട് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി, അതുപോലെ തന്നെ മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു കേട്ടോ. അതാ ദമ്മെടുക്കുമ്പോഴുള്ള സ്മെല്ല്, എല്ലാവരും അങ്ങ് എൻജോയ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഫുഡൊക്കെ സെർവ് ചെയ്ത് എല്ലാവരും എന്ന് പറയാം എന്താ ഒരു വേറെ തന്നെ ഒരു ലോകത്തെന്ന് പറയാമെന്ന്. എന്നാൽ കളിയും ചിരിയും ഓഫീസിലത്തെ തിരക്കൊന്നുമില്ല ആരും മനസ്സിലും. എല്ലാവർക്കും സംസാരവും അതുപോലെ തന്നെ നോയമ്പ് തുറക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചും കളിച്ചൊക്കെ നടന്ന് ഇന്നത്തെ ഡേ എല്ലാവരും എൻജോയ് ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ എന്താ പറയുക, എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു കേട്ടോ. ഇതുപോലെ ഞാൻ നാട്ടിൽ നോയമ്പ് തുറക്കുന്ന പരിപാടിക്ക് ഇതുവരെ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്കിതൊരു പുതിയ അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നെ കുട്ടികളെന്ന് പറഞ്ഞാൽ റൂമിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഈ കുട്ടി മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം കുറേ കുട്ടികളുണ്ട്. റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട്. അവളെ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ഫ്രീ ആയിരുന്നു ഇന്നത്തെ ഡേ.